ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ അടുക്കളത്തോട്ടത്തിലും അത്യാവശ്യം വളർത്തേണ്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട. എല്ലാ കാലത്തും നമുക്ക് വെണ്ടയെ നന്നായി വളർത്താൻ സാധിക്കും. മഴക്കാലത്ത് കൂടുതൽ നന്നായിട്ട് വളരുകയും വിളവ് തരികയും ചെയ്യുന്ന ഒന്നാണ് വെണ്ട. ടെറസിൽ നല്ലതുപോലെ വളർത്താൻ പറ്റിയ ഒന്നാണ് വെണ്ട. കാരണം എന്നാണെന്നറിയോ? നല്ല പോലെ സൂര്യപ്രകാശം കിട്ടും. ഇപ്പം ടെറസ് വേണമെന്നൊന്നുമില്ല, നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന എവിടെയും നമുക്ക് വെണ്ടയെ നന്നായി വളർത്തിയെടുക്കാം. ഞാനിന്നതേ ഈ പാത്രത്തിനകത്തെ മണ്ണിലാണ് വെണ്ട നടാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനകത്ത് നല്ലതുപോലെ കുമ്മായം ഇട്ട് വെച്ചിരിക്കുക. നമുക്ക് നോക്കിയാൽ കാണാം. ഏത് പച്ചക്കറി ഇനമാണെങ്കിലും ഞാൻ വളർത്തി വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുമ്മായം ഇട്ട് വെക്കാറാണ് പതിവ്. ഞാൻ ആദ്യം ഈ കുമ്മായം ഇട്ട ഭാഗം എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ചക്കാടൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കങ്ങ് മാറ്റിക്കളയണം. അപ്പോൾ ഇതുപോലെ മണ്ണിളക്കുമ്പോൾ നമുക്കതിനെ മാറ്റിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പം നമ്മളിത് ഇതേപോലെ ഏതാണ്ടിൻ്റെ വേരെവിടെ നിൽക്കുന്നത് നമ്മൾ കുമ്മായം ചേർത്ത് മണ്ണ് ഇളക്കിയിട്ടിരിക്കുവാണേ. കണ്ടോ? ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പിടി എല്ലുപൊടിയാണേ. അപ്പം ഇതിങ്ങനെ നമ്മളങ്ങോട്ട് വേതറി കൊടുക്കും. കണ്ടോ? പിന്നെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ ചെടിയിലേക്ക് പിടിക്കാതിരിക്കാൻ ഇതേപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇത് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിനകത്ത് കലക്കിയതാണ്. ഇനി വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഇത് ബിവേറിയയാണേ. ഇതുപോലത്തെ ഇച്ചിരി ബിവേറിയ ഇട്ട് കൊടുത്താലും മതി. കാരണം പല മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെയും ചെടിക്ക് പിടിക്കാതിരിക്കാൻ ഈ ബിവേറിയ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് സഹായിക്കും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. നല്ലോണം ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്ന ചാണകപ്പൊടിയാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി ചേർത്തു. കണ്ടോ? ഇനി നമ്മൾ ഇതിനകത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ വെണ്ടത്തയ്യെ നടുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പാകി മുളപ്പിച്ച വെണ്ടത്തയ്യാണേ. ഇതിനെ നമുക്ക് ഇതുപോലെ എടുത്ത് നടാം. നല്ലോണം വേരൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി താത്തി നമ്മൾ നടുന്നത്. കാരണം അല്ലേ വെണ്ട പെട്ടെന്ന് മറിഞ്ഞു പോകും. 2 എണ്ണം സാധാരണ വെണ്ടയും 2 എണ്ണം ചുവന്ന വെണ്ടയുമാണ്. അപ്പം ഒരെണ്ണം ഞാൻ ഇവിടെ വെക്കുക. കാരണം ഇവർക്ക് വളരാനും അവരുടെ ഇലകളുടെ വിസ്താരമൊക്കെ നിവർന്ന് നിൽക്കാനൊക്കെയുള്ള സൗകര്യത്തിലാണ് ഇങ്ങനെ നമ്മൾ അകലെ വിട്ടിട്ട് ഇവരെ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതിനകത്തേക്ക് നട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ മണ്ണ് കൂട്ടി കൊടുക്കുക. കണ്ടോ? അങ്ങനെ നമ്മളിവരെ ഇവിടെ ഉറപ്പിച്ച് നിർത്തും. ഇനി ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ. കാരണം ഈ നമ്മൾ ചാണകപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിരിക്കുമല്ലേ, അതിനകത്തുനിന്ന് പെട്ടെന്ന് കളകൾ വളരും. അപ്പം കളകൾ വളരാതിരിക്കാനും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് തെറിച്ചു പോകാതിരിക്കാനും ഇപ്പം മഴയല്ലേ, അടുപ്പിച്ച് മഴ പെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ കുറച്ച് വാഴയുടെ ഇല, എന്തെങ്കിലും തരത്തിലുള്ള ഉണങ്ങിയ ഇല മതി. എനിക്കിപ്പോൾ ഇവിടെ വാഴയുടെ ഇലയാണ് സൗകര്യത്തിന് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വാഴയുടെ ഇല വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാഴയുടെ ഇല തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെടിയുടെ മുകളിലൊക്കെ വരാത്ത വിധത്തിൽ മാറ്റി നട്ടു. ഇനി ഇത് കിളുത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്തു കൊടുക്കാം. ഇനി ഇത് സ്യൂഡോമോണാസ് ആണേ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം 20 ഗ്രാം നമ്മൾ വെള്ളത്തിനകത്തോട്ട് കലക്കിയിട്ട് നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ച ചെടിയില്ലേ അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. വെള്ളത്തിൻ്റെ മുകളിലേക്ക് സ്യൂഡോമോണാസ് ഇട്ടാൽ ഇങ്ങനെയാണ്. നമ്മൾ സ്യൂഡോമോണാസ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ലയിപ്പിച്ചതിന് ശേഷം വേണം ബാക്കി വെള്ളം ഒഴിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കുറേ സമയം ഇതിനെ ഇതേപോലെ വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അവർ ഇതിനകത്ത് ലയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ടോ പൊടി പൊടിയായിട്ട് പൊങ്ങിക്കിടക്കുന്നുണ്ടോ. നമുക്ക് ഇതിനെ കുഴപ്പമില്ല, നമ്മളതിനെ മൊത്തമേ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് വെണ്ട നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നന്നായി വളരുകയും വിളവ് തരികയും ചെയ്യും. ഇത് കണ്ടോ? ഇതും അതുപോലൊരു വെണ്ടയാണ്. കണ്ടോ? ഇഷ്ടം പോലെ ശിഖരങ്ങളൊക്കെ വന്ന് 1 മാസം പോലും ആയതല്ല നമ്മൾ ഈ വെണ്ട നട്ടിട്ട്. ഇതാണെങ്കിലും ഇത് രണ്ടും ഒരേപോലെ ആനക്കൊമ്പൻ വെണ്ടയാണ്. അതാണ് അതിൻ്റെ വളർച്ച. ഈ ഇലകളൊക്കെ ഇതുപോലെ വലുതായിട്ടൊക്കെ വരുന്നത് അത്തരത്തിലുള്ള വെണ്ടയായതുകൊണ്ട് ശിഖരങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ അതിലൊക്കെ നമുക്ക് വെണ്ടക്കായ ഉണ്ടായി കിട്ടും. ഇനി നമ്മളെ വിത്തുകളാണ് പാകി കിളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സ്യൂഡോമോണാസ് ലായനിയിൽ കുതിർത്ത് വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ മുളപ്പിച്ചെടുത്തിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട്
വൈകുന്നേരം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇത് വെച്ചിരിക്കുന്ന കണ്ടോ, ഇതെല്ലാം തന്നെ മുളച്ചിട്ടുണ്ട്. അപ്പം മുളച്ച വെണ്ട വിത്തുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കയറിപ്പോന്നോളും. നമ്മൾ വെണ്ട വിത്ത് പാകുമ്പോൾ എവിടെയാണോ നമ്മൾ അവരെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നേരിട്ട് പാകി വെച്ചാൽ മതി. ഇതുപോലെ മുളപ്പിച്ചതിന് ശേഷമാണെങ്കിൽ അവർ ഉറപ്പായും കിളുത്തു വന്നോളൂ. ഇപ്പോൾ ഒരു വിത്തിന് പകരം നമ്മൾ 2 വിത്തിട്ടോ, അപ്പോൾ അതിൽ ആരോഗ്യമുള്ളതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് പറിച്ചു മാറ്റാം. വെണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റി നടേണ്ടുന്ന ആവശ്യമില്ല. മുളച്ചടത്ത് തന്നെ നിന്ന് അവർ നന്നായി വളർന്നു വരും. മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, നനച്ചു കൊടുക്കണം. വെണ്ടയുടെ ചുവടുണങ്ങിയാൽ വിളവ് കിട്ടുന്നത് കുറഞ്ഞു പോകും. ഇതുപോലെ കണ്ടോ, ദേ ഇത്രയും ആകുമ്പം, ഇത്രയും തന്നെ വരണമെന്നില്ല, ഒരു 3 ഇല പ്രായമാകുമ്പോൾ മുതൽ നമുക്ക് വെണ്ടയ്ക്ക് വളം ചെയ്തു കൊടുക്കാം. ഇപ്പം ഞാൻ ദേ ഈ വെണ്ടയ്ക്കാണ് വളം കൊടുക്കുന്നത്. അപ്പം ദേ ഇത് ഇച്ചിരി കൂട്ടുവളമാണേ. എന്തെങ്കിലും വളം മതി, ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അല്ലെങ്കിൽ കൂട്ടുവളമോ അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറിയോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പം മഴ സമയം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറി ഭയങ്കര നല്ലതാണേ. ഇപ്പം ഞാൻ ഇതിൻ്റെ ചുവട് ഇളക്കാതെയാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വളം ഇട്ട് കൊടുത്തത്. കാരണം എന്നാണെന്നറിയോ, ഇതിനടിയിൽ ഞാൻ അതുപോലൊരു പ്രഷ്യസ് സാധനം നട്ടുവെച്ചിരിക്കുവാണേ. അപ്പോൾ ഇത് ഇളക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുളയൊക്കെ വരുന്ന സമയമാണെങ്കിൽ അത് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇളക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങോട്ട് വളം ഇട്ട് കൊടുത്തിട്ട്, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നേരെ നിർത്തിക്കോണം. കൂടുതൽ വലുതായി വരുന്ന അവസരത്തിൽ ആരോഗ്യമില്ലാതെയാണ് നീണ്ടു വരുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ടും കൊടുത്ത് നിർത്തണം അവർക്ക്. പിന്നെ ഇച്ചിരി ഇങ്ങനെ നിർത്താം. ഇനി അവരവിടെ നിന്ന് വളർന്നോളും. വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണേ ഫിഷ് അമിനോ ആസിഡ്. അപ്പം ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ഫിഷ് അമിനോ ആസിഡ് എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഉപയോഗിക്കുന്നതിൻ്റെ ക്രമവും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വെണ്ട നട്ട് വളർത്തുമ്പോൾ കുമ്മായമിട്ട മണ്ണിൽ വേണം നമ്മൾ വെണ്ട വളർത്താൻ, അത് മറന്നു പോകരുത്. അതുപോലെ നല്ല ജൈവാംശമുള്ള മണ്ണിൽ വേണം വെണ്ടയെ വളർത്താൻ. അതുപോലെ നമുക്ക് നല്ല വളം, ഇതിന് കൊടുക്കാനുള്ള നല്ലൊരു വളവും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടേ. നമ്മൾ വെണ്ട നട്ടുപിടിപ്പിച്ചാൽ ഒരു 45 ദിവസമാകുമ്പോൾ മുതൽ തന്നെ വിളവെടുക്കാറാവും. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതുപോലെ പൂവിട്ട് തുടങ്ങി. ഈ പൂവ് നാളെ കൊഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ, പരമാവധി 7 ദിവസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വിളവ് തന്നു തുടങ്ങിയാൽ ഒരു 3-4 മാസം വരെ തുടർച്ചയായി വിളവ് തരുന്നതാണ് നമ്മുടെ വെണ്ടച്ചെടി. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ വളം കൊടുക്കണം, അതുപോലെ തന്നെ വെള്ളം കൊടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ശല്യമാണ്. പ്രധാനമായും വെണ്ടച്ചെടിയെ ബാധിക്കുന്ന കീടങ്ങളെന്ന് പറഞ്ഞാൽ പുഴുക്കളാണ്. അത് പലതരത്തിലുള്ള പുഴുക്കളുണ്ട്. ഇല തിന്നുന്ന പുഴുക്കളുണ്ട്, അതുപോലെ ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കളുണ്ട്, അതുപോലെ തണ്ട് തുരക്കുന്ന പുഴുക്കളുണ്ട്. ഇങ്ങനെ പല ഇനം പുഴുക്കളുടെ ശല്യമാണ് പ്രധാനമായും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ ഈ പുഴുക്കളുടെ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ബ്യുവേറിയ 20 ഗ്രാം ബ്യുവേറിയ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതില്ല എങ്കിൽ നമ്മുടെ സോഡാപ്പൊടി, മിക്കവാറുള്ള എല്ലാ ആളുകളുടെയും വീട്ടിൽ അടുക്കളയിലുള്ളതാണ് സോഡാപ്പൊടി. അത് ഇതുപോലെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചെടുത്തോ. കാരണം കൂടുതലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകൾക്ക് ഇപ്പം വെയിലൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പൊള്ളലൊക്കെ വന്നേക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദേ ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ, ഇല ചുരുട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഞാനത് അതിൻ്റെ കീടങ്ങൾ ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും ഇല ചുരുട്ടിയത്. ഇപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കിയാൽ ചിലപ്പോഴാണെങ്കിൽ ഇതിനകത്ത് പച്ച നിറത്തിലുള്ള പുഴുക്കൾ കാണും. ഇത് ഞാൻ 5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുവാണേ. ഇതിനകത്ത് ഞാൻ കുറച്ച് സോഡാപ്പൊടി വെള്ളത്തിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കുവാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ അരിച്ചൊഴിക്കുക. അപ്പോൾ അലിയാത്തത്, മിക്കവാറും സോഡാപ്പൊടി ഏകദേശം മുഴുവനും തന്നെ അലിയുന്നതാണ്. അലിയാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കിടന്നോളൂ. ഇനി നമ്മളിത് പ്രസ് ചെയ്തിട്ട് പ്രഷറാക്കി ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പം എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും മഴക്കാലമാണ്. നമ്മളിതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ച് ഇറങ്ങിപ്പോയാൽ ഉടനെ തന്നെ ചിലപ്പോൾ മഴ വന്ന് അതെല്ലാം കഴുകി ഒലിച്ചു പോകും. അപ്പോഴൊക്കെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകും. പിന്നെ നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക എന്ന് മാത്രമാണ് പണി. ആഴ്ചയിൽ 1 ദിവസം മറക്കാതെ വെണ്ടകൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ വിളവെടുക്കാൻ ഒരിക്കലും താമസിച്ചു പോകരുത്. വിളവെടുക്കാൻ താമസിച്ചു പോയി കഴിഞ്ഞാൽ വെണ്ട പെട്ടെന്ന് മൂത്തു പോകും. ഇപ്പം ഞാൻ ഒരാഴ്ചയോളം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മുടെ ചില്ലി ജാസ്മിൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാനലുണ്ട്.
അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയേണ്ടവർക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാതിരുന്നതെന്ന്. അപ്പം ഞാൻ ഈ ഒരാഴ്ച മാറി നിന്ന സമയം കൊണ്ട് ഇവിടെ കീടങ്ങളുടെ അളവ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിളവെടുക്കാൻ താമസിച്ചും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ വെണ്ടയെ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മുടെ വെണ്ടച്ചെടിയാണേ. ഇവനിങ്ങനെ പൊങ്ങിപ്പോയിരിക്കുന്നുണ്ടോ മേളിലോട്ട്. ഇവിടെ സൂര്യപ്രകാശം കുറഞ്ഞു, കാരണം ചെടികളെല്ലാം മേളിൽ കൂടെ കയറി പന്തലായി. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കണം. ഇപ്പം ഞാൻ ഈ വെണ്ട ഇങ്ങനെ പൊങ്ങിപ്പോയത് കൊണ്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ വെച്ച് മുറിച്ചെടുക്കുവാണേ. എന്നിട്ട് നമുക്ക് നോക്കാം. കണ്ടോ ഒരു വെണ്ടയിൽ എന്തോരം കായ ഉള്ളതെന്ന് കണ്ടോ. ഇതേപോലെ ഞാൻ ഇവരെ എല്ലാം തന്നെ വെട്ടി നിർത്താൻ പോവുകയാണ്. ഈ വെണ്ടയുടെ നമുക്ക് ഇതുപോലെ തന്നെ ഇത് കണ്ടമാനം പൊക്കം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് മുറിച്ചു. എന്നിട്ട് നമുക്ക് വിളവെടുക്കാവേ. ഈ മഴക്കാലത്താണ് വെണ്ട ഇതുപോലെ നല്ലോണം കായ്ച്ച് കിട്ടുന്നതേ. അതുപോലെ ഇതും അങ്ങനെ മുകളിലോട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ ഇവിടുന്ന് വെട്ടി താഴേക്ക് ഇറക്കുക. അപ്പോൾ വെണ്ടയിലെ കാ കണ്ടോ, ഇതുപോലെ കായ്കളുണ്ടായി കിട്ടും. ഈ വെണ്ട കണ്ടോ, ഇത് ഞാൻ ഇവിടുന്ന് വെട്ടിക്കളയാം. അപ്പം വെട്ടിക്കളയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതിന് ഇപ്പം തന്നെ 2 ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇലകളുടെ ഇടകളിൽ നിന്ന് ബ്രാഞ്ചുകൾ വേറെ വന്നോളും. ഇനി ഇതേലുണ്ട് കണ്ടോ, വെണ്ടയ്ക്ക കൂടിപ്പോയിട്ട് ഇത് മറിഞ്ഞു പോയിരിക്കുന്നതാണേ. ഇതിൽ 2 വെണ്ടയ്ക്കയുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുക. പക്ഷേ ഈ കമ്പുകൾ ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ഉണ്ടല്ലോ, ആരോഗ്യം കുറഞ്ഞ് നീണ്ടു വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, ഇതേന്ന് നമുക്കിതുപോലെ വെണ്ടയ്ക്ക പറിച്ചെടുക്കാം. എല്ലാ വെണ്ടയിലും തന്നെ ഇപ്പം കായുള്ള ഒരു സമയമാണ്. നമുക്കിത് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. പഴുത്തിട്ടൊക്കെ ഉണ്ട്, കാരണം എനിക്ക് ഒരാഴ്ചയോളം വിളവെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഉള്ളതെടുക്കാം. ഇതിപ്പം നമുക്കുണ്ടല്ലോ വിത്തിനായിട്ട് എടുക്കാം. നല്ല നീളമുള്ള വെളുത്ത പാവയ്ക്കയാണേ. അപ്പം ഞാനിത് വിത്തിനായിട്ട് എടുക്കുക. ഒരു പടവലങ്ങ ഉണ്ടോ, ഇത് ഈ പാത്രത്തിനകത്ത് വന്ന് ഇങ്ങനെ നിന്നോണ്ടാ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുന്നത്. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് വെട്ടിക്കളയാനുള്ളതാണ്. അപ്പോൾ ഒരു പടവലങ്ങയായിട്ട് ഇതുപോലെ ഒരു പടവലങ്ങ മേളിക്കിടപ്പുണ്ടേ. അപ്പോൾ അതും കൂടി എടുക്കാം. കണ്ടോ, അപ്പോൾ 2 പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ 2 വെള്ളരിക്കയാണേ. ഞാൻ ഇത് ഒരെണ്ണേ പറിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ വെള്ളരിക്ക വിളവെടുക്കാനുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് വിളവെടുത്താൽ നമുക്ക് തിന്നു തീരത്തില്ല, കളയേണ്ടി വരും. ഇത് നമ്മുടെ കുമ്പളങ്ങയാണേ. അപ്പോൾ നമ്മൾ സാധാരണ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ചാരക്കളർ വരാറുണ്ട്. അപ്പോൾ ചാരക്കളർ വന്നിട്ട് പറിക്കാമെന്നും പറഞ്ഞാണ് ഞാനിരുന്നത്. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു, ഇത് അങ്ങനെ പെട്ടെന്ന് ചാരക്കളർ വരുന്ന ഇനമല്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വിളവെടുത്തേക്കാം. നമുക്ക് മോരുകറി വെക്കാൻ കൊള്ളാവോന്ന് നോക്കാം. ഇവിടെ ഒരു മുള്ളം പാവയ്ക്കയുണ്ട്. പാവലിൻ്റെ വിളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെറസേ നമുക്ക് കുറച്ച് പണി വന്നിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അത് ചെയ്യുമ്പം കാണിച്ചു തരാം. അതെന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പീച്ചിലും കൂടെ നമുക്കൊന്ന് വിളവെടുക്കാം. കണ്ടോ, ഇത് അവിടെ ഒരെണ്ണമുണ്ട്. ഇതൊരു പീച്ചിലാണ്. പിന്നെ ഇവിടെ ഒരു പീച്ചിലുണ്ട് പറിക്കാറായത്. സാലഡ് കുക്കുംബറാണ്, സ്നോ വൈറ്റ് വെറൈറ്റിയാണ്. ഇച്ചിരി വിളഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ വിത്തെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടേ, എല്ലാം ഇന്ന് പറിച്ച് തീർക്കുക. ഇത് അതുപോലെ ഇവിടെ ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് ബാക്കി പോയി പറിച്ചുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഇതൊരെണ്ണം. ഇതൊരെണ്ണം. ഇതൊരു നെയ്ക്കുമ്പളങ്ങയാണേ. ഉണ്ടോ, ചെറുതാണ്, ചാരമൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മോരുകറി വെക്കാം. ഇവിടെ ഒരെണ്ണം കണ്ടോ, ചുവന്ന് കിടക്കുക. അപ്പോൾ പാകമായി. ഇത് ഇനി കിടന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. ഇതൊരു ബേബി പടവലത്തിൻ്റെ കുഞ്ഞാണേ. അപ്പം അതും കൂടായി. ഈ വഴുതനങ്ങയും കൂടെ ഒന്ന് വിളവെടുക്കാവേ. അപ്പം ഈ വഴുതന ചെടി കണ്ടോ ഇങ്ങനെ നീണ്ടു പോയിരിക്കുന്നതിനാണെന്നറിയോ, ഇവിടെ എല്ലാം മുകളിൽ പന്തലയിൽ മറ്റു പല ചെടികൾ പടർന്നു തുടങ്ങിയപ്പോൾ അവർക്ക് വെയിൽ കിട്ടാത്തതുകൊണ്ട് അത് അവർ മേളിൽ ചെന്ന് കയറിയിട്ടാണ് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നത്. കണ്ടോ, അതുപോലെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് പറിക്കണ്ട, ഇങ്ങനെ മണ്ണിലോട്ടൊക്കെ മറിഞ്ഞു പോയതുണ്ട്. അപ്പോൾ അവരെ മാത്രം നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇതേ കുഴപ്പമില്ല. അതുപോലെ ഇതേ കിടന്ന അത്യാവശ്യ എണ്ണങ്ങളൊക്കെ താന്ന് കിടന്നതൊക്കെ പറിച്ചിട്ടുണ്ട് ഞാൻ. ഇത് മാലാഖ വഴുതനയാണേ. ഇതും അതുമൊക്കെ മാലാഖ വഴുതനയാണ്. അവിടെ വെള്ള കണ്ടോ, ഉണ്ടച്ച കത്രിക്കയുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പച്ചവഴുതനങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ മേളിലെ സാധനം പറിച്ച് കളഞ്ഞേ പിന്നെയാണ് ഇവരിവിടെ കായ പിടിക്കാൻ തുടങ്ങിയത്.
നമ്മളിത് അവിടെ വെളുത്ത നിറത്തിലുള്ള കത്രിക്ക പറിച്ചതുപോലെ കണ്ടോ, അത് ഇവിടെ പച്ച നിറത്തിലുള്ളതുണ്ടേ. അപ്പം ഞാൻ ഇതിലേക്കൂടെ ഇതൊന്ന് പറിച്ചെടുക്കട്ടെ. കണ്ടോ, അതുപോലെ വേറെ 1-2 എണ്ണം കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരെണ്ണം മാത്രമേ പറിച്ചെടുക്കുന്നുള്ളേ. ഞാനിന്ന് വിളവെടുത്തിരിക്കുന്നത് കുറച്ച് വഴുതനങ്ങ, അതുപോലെ 1-2 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്, വെള്ളരിക്ക, അതുപോലെ പടവലങ്ങ അതേ നൂല് പോലത്തെ സാധനമൊക്കെ അതേ 1-2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുമ്പളങ്ങ, പിന്നെ ഇത് അമ്പിളിമത്തൻ്റെ ഒരു കുഞ്ഞാണേ, അത് ഇതേന്ന് വിട്ടുപോയി, അപ്പം ഞാനിങ്ങനെ പെറുക്കി വെച്ചതാണ്. ഇത് നമ്മുടെ സ്നോ വൈറ്റ് വെറൈറ്റി സാലഡ് കുക്കുംബറാണ്. ഇത് നമ്മുടെ നെയ്ക്കുമ്പളമാണേ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, ഇതേ നമുക്ക് മുറിച്ചെടുക്കണം. വെണ്ട നടുന്നവർ മഴക്കാലത്ത് നടുമ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വേണം വെണ്ട നടാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.